കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിശ്ചല്യമായ നാമം ഈ മനോഹരമേറിയ നല്ല ദിവസം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നാഥൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം ദൈവത്തിൻ്റെ ചിറകിൻ മറവിൽ നമ്മെ മറച്ചു. അവിടുത്തെ കൃപയിൽ ദൈവം നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തവനായ ദൈവം നമ്മെ പരിപാലിച്ച ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനമായി അനേകരെ പലയിടങ്ങളിൽ വിടുവിച്ചത് കേൾക്കുവാൻ കാണുവാനൊക്കെ പ്രൈസ്തലോ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ ശുശ്രൂഷകൾ പിന്നെയും അനേകർക്ക് വിടുതലും അനുഗ്രഹവും നന്മയുമായി മാറട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുവചന ചിന്തയ്ക്കായി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു. 86-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ. കഴിഞ്ഞ നാളുകളിൽ പല വ്യക്തികളുടെ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ചിന്തിപ്പാനിടയായി. തൻ്റെ ദാസന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ഒരു അടയാളം നൽകുവാനിടയായി. ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകും, കർത്താവേ ഈ 2014 എനിക്കും നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ എന്ന്. നിശ്ചയമായിട്ട് പരിശുദ്ധാത്മ പറയുന്നു, ഈ ശുശ്രൂഷയിലൂടെ സഹോദര സഹോദരി, നീ ഏത് വിഷയത്തിനുള്ളിൽ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിനുള്ളിൽ നീ ഞരങ്ങുന്നുവോ, ആ വിഷയത്തിന് നടുവിൽ അത്ഭുതകരമായൊരു വിടുതൽ തരുവാൻ സർവശക്തനായ ദൈവം അവൻ ബലവാനായി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, ഈ വാക്യം പറഞ്ഞൊരു പക്ഷേ പ്രാർത്ഥിച്ച ഒരു ദൈവദാസിയെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദാവീദിനെ പറ്റി ചിന്തിച്ചെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ യോസഫിനെ പറ്റി നമ്മൾ ചിന്തിച്ചെങ്കിൽ, ഇന്ന് ഈ സമയം നമ്മൾ ഒരു ദൈവദാസിയെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാൻ പോവുകയാണ്. യേശുവേ അല്ലെങ്കിൽ യഹോവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് എനിക്ക് ഒരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവദാസി. അവൾ ആരാണ്? വേദപുസ്തകം വായിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവളുടെ പേര് ഹന്ന എന്നത്രേ. വേദപുസ്തകം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസിയാണ് ഹന്ന. ആത്മാവ് ഞാൻ പറയട്ടെ, ഒരു ഹന്ന ഉണ്ടെങ്കിൽ ദൈവത്തിന് ചില ശമൂവേൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് ആവശ്യം പെനീനമാരെ അല്ല, ദൈവസഭയ്ക്ക് ആവശ്യം ഹന്നമാരെയാണ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ആവശ്യം ഹന്നമാരെയാണ്. വേദപുസ്തകം പറയുന്നു, എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ 2 ഭാര്യമാർ ഉണ്ടായിരുന്ന ഒത്തിരി വ്യക്തികളെ കാണുവാൻ കഴിയുന്ന പുതിയ നിയമത്തിൽ വരുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു മനുഷ്യന് ഏക ഭാര്യ, ഏക ഭർത്താവ്, അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമത്രേ. അല്ലാത്തതെല്ലാം ബൈബിൾ പറയുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ കടന്നു വരേണ്ടതായി വരും. വേദപുസ്തകം വായിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു പുരുഷന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ബൈബിൾ പറയുന്നു ഹന്ന എന്ന് മക്കൾ, മറ്റവൾക്ക് പെനീന എന്നും പേര്. ബൈബിൾ പറയുന്നു ഹന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു, എന്നാൽ പെനീനയ്ക്കോ മക്കൾ ഉണ്ടായിരുന്നു. നോക്കണമേ, ഒരുവൾ മക്കളുള്ള ഒരുവൾ, മറ്റൊരുവൾ മക്കളില്ലാതെ പ്രൈസ്തലോട് കഴിയുന്ന ഒരുവൾ. സ്വാഭാവികമായി നാം ചിന്തിച്ചാൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ 2 പേർ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരുപക്ഷെ ഉള്ളവൾ മറ്റവളെ എപ്പോഴും കണ്ണിൽ തന്നെ നോക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞയോ, ഇവൾ പ്രസവിക്കാത്തവളല്ലേ, ഇവൾ മലടിയല്ലേ, ഇവിടെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലോ എന്നൊരു പക്ഷേ സ്വന്തം സഹോദരി എന്ന് പറയുന്ന പെനീനയ്ക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഈ എൽക്കാനയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ ഭാര്യ ഒരുവൾ പ്രസവിക്കുന്നു, മറ്റവൾ പ്രസവിക്കുന്നില്ലല്ലോ. ബൈബിൾ വായിക്കുന്ന 2 കുടുംബത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, 2 പേർ, ഒരാൾ നന്മയുള്ളവരും മറ്റൊരാൾ തിന്മയിലൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ലോകപ്രകാരം നാം ചിന്തിക്കുമ്പോൾ വിഷമങ്ങൾ വരാം, ഭാരങ്ങൾ വരാം. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, എൽക്കാനയിലൂടെയും പെനീനയിലൂടെയും ഒത്തിരി പരിഹാസം ഈ ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കാണും. എല്ലാ മേഖലയിൽ നിന്നും ഒരുപക്ഷെ അവൾ വീർപ്പുമുട്ടുന്ന അനുഭവങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ടാകാം. ഈ TV പ്രോഗ്രാമിലൂടെ, ഈ ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരുപക്ഷെ
ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകാം, പാസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിൽ ഞാനായിരിക്കുന്നു. എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം എല്ലാ നന്മകളുമുണ്ട്, എൻ്റെ വീട്ടിലെ മറ്റ് സഹോദരങ്ങൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ മാത്രം ഒരു ഭാഗത്ത് ഒതുക്കപ്പെട്ടവളെ പോലെ ഞാനായിരിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ഒന്നും തിന്മയ്ക്കായി ദൈവം വരുത്തുന്നവരല്ല. ഞാൻ വിശ്വസിക്കുന്നു, വേദപുസ്തകം നാം വായിക്കുമ്പോൾ, ആമേൻ, 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ, 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. യഹോവ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വചനം ഇതാണ്: യഹോവ ഹന്നയുടെ ഗർഭം അടച്ചു. ഹല്ലേലൂയ. ഹന്നയുടെ ഗർഭം സ്വാഭാവികമായി അടഞ്ഞതല്ല. ഹന്നയുടെ ഗർഭം, പ്രൈസ് ദി ലോർഡ്, മാനുഷികമായ രീതിയിൽ അടഞ്ഞതല്ല. പിന്നെയോ ബൈബിൾ പറഞ്ഞു ദൈവം അടച്ചത്, യഹോവ അടച്ചത്. എന്തുകൊണ്ട്? ഞാൻ വിശ്വസിക്കുന്നു, ചില ഹന്നമാരുടെ ഗർഭം അടഞ്ഞാലേ ദൈവത്തിന് പ്രയോജനമുള്ള ചില ശമൂവേൽ ബാലന്മാരെ ദൈവത്തിന് അവരിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ബൈബിൾ വായിക്കുന്നു, ഗർഭം അടയ്ക്കപ്പെട്ട, പ്രസവിക്കാത്ത ഈ ഹന്ന, വേദപുസ്തകം പറയുന്നു, തൻ്റെ ഭർത്താവിൽ നിന്നും പെനീനയിൽ നിന്നുമുള്ള പരിഹാസങ്ങൾ ഏറ്റിട്ട് അവൾ, ബൈബിൾ പറയുന്ന, ആത്മഹത്യയ്ക്ക് വേണ്ടിയല്ല അവൾ ശ്രമിച്ചത്, വീട് വിട്ട് ഓടുവാനല്ല അവൾ ശ്രമിച്ചത്, ദേശം വിട്ട് ഒളിച്ചോടുവാനല്ല അവൾ ശ്രമിച്ചത്. ബൈബിൾ പറയുന്നു, അവൾ തൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് അവൾ ദൈവത്തെ ശരണം പ്രാപിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്ന് ചിന്തിക്കുന്നത് അത് ഒരു ബലവാന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലക്ഷണമല്ല. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ ലക്ഷണമല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ മരിച്ചു കളയാമെന്ന് ചിന്തിച്ചിട്ട് മരിച്ചു കളയുന്നത്, സ്വയം ജീവിതം നശിപ്പിക്കുന്നത്, അത് ഒരു എൻ്റെ ചിന്തയെ ഞാൻ വിശ്വസിക്കുന്നു, അതൊരു ഭയമുള്ളവൻ്റെ ലക്ഷണമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ, അവന് വിരോധമായിട്ട് തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ, രോഗങ്ങളും പ്രശ്നങ്ങളും അവനെ തകർത്തു കളയുവാൻ തക്കവണ്ണം അതിശക്തമായി വ്യാപരിച്ച് കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ പതറിപ്പോകുകയല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ ഓടി മറയുകയല്ല. അവൻ സമയത്ത് തന്നെ താൻ സേവിക്കുന്ന, തന്നെ നിർമ്മിച്ച അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കണ്ട, തന്നെ അറിഞ്ഞ, പിണ്ടാഹാരമായിരുന്നപ്പോൾ തന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങളെ പറയുക തന്നെ ചെയ്യും. ബൈബിൾ പറയുന്നു, ഹന്ന ഈ സമയത്ത് നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ, വേദനിക്കപ്പെട്ട അനുഭവത്തിൽ, കുടുംബത്തിനകത്തു നിന്ന് പരിഹാസങ്ങളും, കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഞെരുക്കങ്ങളും, കുടുംബത്തിനകത്തു നിന്ന് തന്നെ പോരാട്ടങ്ങൾ കടന്നു വന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, അവൾ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ പകയ്ക്കുന്ന ഈ എൽക്കാന കണ്ടു ലജ്ജിക്കേണ്ടതിന്, എന്നെ പകയ്ക്കുന്ന ഈ പെനീന കണ്ടു ലജ്ജിക്കേണ്ടതിന്, നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ. ഹന്നയുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ അവൾ നേരെ ഓടിച്ചെന്ന് ദൈവസന്നിധിയിലത്രേ, അവൾ നേരെ ഓടിച്ചെന്നത് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവാത്മാവ് ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. എൻ്റെ പ്രശ്നത്തെ വിടിയിപ്പാൻ അങ്ങേക്ക് കഴിയും, അവിടെ നിന്ന് വിടുവിക്കണമേ എന്നുള്ള ചിന്തയോടെ കാൽച്ചുവടുകൾ നാം മുൻപോട്ട് വയ്ക്കുന്നെങ്കിൽ 2014 പരിശുദ്ധാത്മ പറയുന്നു, പകയ്ക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ ഇനി ഒരു കാലത്തും നീ ഉയരുക ഇല്ല എന്ന് വാദിക്കുന്നവരുടെ നടുവിൽ നിന്നെ ഉയർത്തി കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ഈ സമയത്ത് ഇവിടെ ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ പകയ്ക്കപ്പെടുന്നുണ്ടാകാം, ഒരുപക്ഷെ കടബാധ്യതയാൽ നിങ്ങൾ പകയ്ക്കപ്പെടുന്നുണ്ടാകാം, ഒരുപക്ഷെ മറ്റുള്ളവരുടെ നടുവിൽ മാനസികമായ വേദനയാൽ നിങ്ങൾ പകയ്ക്കപ്പെടുന്നുണ്ടാകാം. എന്ന ഹന്ന, അവൾ ആത്മഹത്യ ചെയ്യുവാൻ പോയില്ല. അവൾ ഈ വചനത്തെ ആശ്രയിപ്പാനിടയായി, വചനത്തെ തൻ്റെ ഹൃദയത്തോട് ചേർക്കുവാനിടയായി, ദൈവത്തിൽ അവൾ ശരണം പ്രാപിപ്പാനിടയായി. ഇന്ന് അനേകർ ഭീരുക്കളായി പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങ് മരിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് ഫോണിലൂടെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, ഒരു വലിയ പ്രയാസം എൻ്റെ ജീവിതത്തിൽ നേരിട്ടു, പക്ഷേ പ്രയാസങ്ങൾ മറ്റൊരു വ്യക്തിയായിരുന്നെങ്കിൽ നിമിഷം തന്നെ ലോകത്തിൽ ജീവിതം അവസാനിപ്പിച്ചേനെ. എന്നാൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുള്ള
എന്നുള്ളത് കൊണ്ട് ആ തീച്ചൂളയുടെ നടുവിലും ഞാൻ കർത്താവിൽ തന്നെ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുവാനിടയായി. ആയതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിപ്പാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രശ്നങ്ങൾ ഒരു ദൈവപൈതനെ തകർക്കുവാനുള്ള പിശാചിൻ്റെ തന്ത്രമത്രേ. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞങ്ങൾ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തു, അവൻ പ്രശ്നങ്ങളുടെ ദൈവമല്ല, അവൻ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ ദൈവമത്രേ. അവൻ പോരുകളുടെ പോരാട്ടങ്ങളുടെ ദൈവമല്ല, അവൻ പോരാട്ടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമത്രേ. ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ദൈവാത്മ പറഞ്ഞു, അന്ന് ഞാൻ, യിരെമ്യാ പ്രവചനം 38, അന്ന് ഞാൻ അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചു കളയും, ഈ കയറുകളെ ഞാൻ അറുത്തുകളയും, ഇനി അന്യന്മാർ അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല. സർവശക്തനായ ദൈവം പറയുകയാണ്, അന്യൻ്റെ മുഖം നിന്റെ കഴുത്തിൽ ഇരിക്കുന്നെങ്കിൽ, അന്യൻ്റെ ചുമട് നീ ചുമന്നു കൊണ്ടുപോകുന്നെങ്കിൽ, നിനക്ക് ചുമക്കേണ്ടതല്ല നീ ചുമക്കുന്നത്, ശത്രു വെച്ച മുഖമാണ് നീ ചുമക്കുന്നെങ്കിൽ, സർവശക്തൻ പറയണ ആ മുഖത്തെ ഞാൻ ഒടിച്ചു കളയുവാൻ പോവുകയാണ്, ആ കയറുകളെ ഞാൻ അറുത്തു കളയുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എവിടെയായിരുന്നാലും ഈ സമയത്ത് സുവിശേഷത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ പോവുകയാണ്. യേശു കർത്താവ് പറയുന്നു, നിന്റെ ജാതി ഏതോ ആയിക്കൊള്ളട്ടെ, നിന്റെ മതം ഏതോ ആയിക്കൊള്ളട്ടെ, നീ ഏത് വർഗ്ഗക്കാരനായിക്കൊള്ളട്ടെ, നീ കറുത്തവനോ വെളുത്തവനോ ആയിക്കൊള്ളട്ടെ, പണ്ഡിതനോ പാമനോ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന യേശു ക്രിസ്തു ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളായിരിക്കുന്ന ഇടത്തു തന്നെ ആത്മാവിൽ കർത്താവേ എന്നെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, വിശ്വസിക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ പോവുകയാണ്. ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുവാൻ പോവുകയാണ്. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല മോഴകളെ കർത്താവ് അപ്രത്യക്ഷമാക്കാൻ പോകുക, ഇല്ല കല്ലിൻ്റെ സ്റ്റോണിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലതിനെ ഇപ്പോൾ കർത്താവ് വിടുവിക്കുന്ന കാഴ്ച ആത്മാവ് ഞാൻ കാണുകയാണ്. യേശുവിൻ ചില തൈറോയിഡുകളെ, ഇല്ല ക്യാൻസറുകളെ, ചില ട്യൂമറുകളെ എൻ്റെ കർത്താവ് വിടുവിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറുവാൻ പോകുകയാണ്. ആത്മാവർ നാടുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ആത്മാവ് പറയുന്ന ഈ പ്രാർത്ഥനയിൽ നീ പങ്കെടുക്കുമ്പോൾ തന്നെ നിന്റെ നാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവം പകരുവാൻ പോവുകയാണ്. അസ്ഥി കുമ്പാടങ്ങളുടെ കൂട്ടങ്ങളിലേക്ക് യെഹെസ്കേലിനെ ഇറക്കി വിട്ടിട്ട് ദൈവം ചോദിച്ച, യെഹെസ്കേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? പരിശുദ്ധാത്മാവ് പറഞ്ഞു ജീവിക്കുകയില്ല എന്ന് പറയുന്ന ചില അസ്ഥികളിൽ മാംസവും ഞരമ്പും നാഡിയും പ്രൈസ്തലോട് രക്തവും ഞരമ്പുകളും വെച്ച് പിടിപ്പിച്ച് ജീവന്റെ ശ്വാസമൂതി അതിനെ സൈന്യമാക്കി എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവാത്മാവ് പറയും, ദൈവം നിന്നെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ പോകുക. ശത്രുവിനോട് പടവെട്ടുന്ന ഒരു ആത്മസൈന്യമായി ദൈവം ഈ കാലഘട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. വിശ്വാസത്താൽ നീ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ. നോക്കണമേ, ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, പെനീന അവളെ നിന്ദിച്ചു, എൽക്കാന അവളെ ഒരുപക്ഷെ നിന്ദിച്ചു. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എൽക്കാന അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. അല്ലയോ ഹന്നായെ, നീ എന്തിനു വിഷമിക്കുന്നു? മറ്റ് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലോ ഞാൻ നിനക്ക് എന്ന് പറഞ്ഞ് എൽക്കാന ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും ഹന്നയ്ക്കറിയാം 10 പുത്രന്മാരെക്കാൾ വലിയതല്ല എൽക്കാന. ഭർത്താവ് മക്കൾ തന്നെയാണ്. എൽക്കാന പറയുന്നുണ്ട്, മക്കളെ കിട്ടിയില്ലെങ്കിലും ഭർത്താവായി ഞാൻ നിനക്ക് നല്ലതല്ലോ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. മക്കൾ ഭർത്താവ് ശരിയാ, ഭാര്യ ശരിയാ. അതുപോലെ ദൈവത്തിന് തുല്യനായി മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരുപക്ഷെ പിശാച് അല്ലെങ്കിൽ സാത്താൻ പല തന്ത്രങ്ങൾ കൊണ്ടുവന്ന് പറയും, ഞാൻ നിനക്ക് ആ നന്മ അല്ലെങ്കിൽ ആ വാഗ്ദത്വം, ആ അനുഗ്രഹം, ആ ഉയർച്ച അല്ലെങ്കിൽ ആ ദൈവിക പ്രവൃത്തി നിനക്കുള്ളതിനേക്കാൾ നിനക്കിതുണ്ടല്ലോ അതുണ്ടല്ലോ. പക്ഷേ ദൈവമക്കളോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, സ്വർഗത്തിലെ ദൈവം നിനക്കൊരു വാഗ്ദത്വം വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്വത്തെ നിന്നിൽ നിന്ന് മുടക്കിക്കളയുവാൻ പലതും കൊണ്ടുവന്ന് നിന്നെ മോഹിപ്പിച്ച് നിനക്കിത് മതിയല്ലോ, ഇനി നീ എന്തിനു വലിയതാഗ്രഹിക്കുന്നു, നിനക്കിതുണ്ടല്ലോ, ഈ ഒരു അനുഭവത്തിൽ നീ മുൻപോട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആത്മീക നിലവാരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പലരും പല വാക്കുകൾ കൊണ്ട് നമ്മുടെ ആത്മീയ വശങ്ങളെ ഒരു ഭാഗത്തൊതുക്കുവാൻ നോക്കുമ്പോൾ ഹന്ന തൻ്റെ ഭർത്താവാകുന്ന എൽക്കാനയുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അച്ചായൻ പറഞ്ഞ എത്ര ശരിയാണ്, 10 പുത്രന്മാരെക്കാൾ നല്ലതാണ് എനിക്ക് എൻ്റെ അച്ചായൻ എന്ന് പറഞ്ഞ് എൽക്കാനയോട് ചേർന്ന് പ്രാർത്ഥന മതിയാക്കി, ആരാധന മതിയാക്കി ആ വാഗ്ദത്ത കുഞ്ഞിനെ കാത്തിരിക്കാതെ തൻ്റെ കാര്യം നോക്കിപ്പോയില്ല. ഹന്നയ്ക്കൊരു കാര്യം അറിയാം, എൽക്കാന പറഞ്ഞ വാക്കുകളെക്കാൾ ഉപരിയായി എൻ്റെ അകത്തളങ്ങളിൽ എനിക്ക് ആഗ്രഹിക്കുന്നൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. അത് ശമൂവേൽ ബാലനാണ്. ആ ശമൂവേൽ ബാലൻ വരാതെ വണ്ണം എന്നെ തടയുന്ന ഒരുപക്ഷെ വാക്കാണ് എൽക്കാനയുടെ വാക്ക്. അതുകൊണ്ട് അവൾ എൽക്കാനയുടെ വാക്കിൽ ആശ്വാസം കണ്ടെത്തുവാൻ തയ്യാറായില്ല. താൻ ആഗ്രഹിക്കുന്ന വാഗ്ദത്തം തനിക്ക് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ച് അവൾ ദേവാലയത്തിലേക്ക് ഓടുകയാണ്. ഒരുപക്ഷെ പലരും നിങ്ങളെ നോക്കി പറയുന്നുണ്ട്, ഈ ഒരു ആരാധന മതി, ഈ ഒരു പ്രാർത്ഥന മതി, ഈ പള്ളിയിൽ പോകുന്ന അനുഭവം മതി, ഞായറാഴ്ച തോറും ഒന്ന് പോയി പ്രൈസ് തല കാണിച്ചിട്ട് വരുന്ന അനുഭവം മതി എന്ന് പറഞ്ഞ് പല എൽക്കാനകളും നിന്നെ ആശ്വസിപ്പിക്കുവാൻ നോക്കും. പക്ഷേ ആ വാക്കുകൾ നീ ആശ്വാസം കൊള്ളരുത്. കാര്യം നിന്റെ അകത്ത് ഉരുവാകുന്നൊരു ശമൂവേൽ ബാലൻ അത് പുറത്തു വരണമെങ്കിൽ എൽക്കാനയുടെ വാക്കുകൾക്ക് ആശ്വാസം കണ്ടെത്താതെ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുവാൻ ദൈവസന്നിധിയിൽ നീ ദിവസങ്ങൾ പ്രാർത്ഥിപ്പാനും കരയുവാനും ഉപവസിക്കുവാനും നീ തയ്യാറാകണം. ദൈവസന്നിധിയിൽ ഉണരുവാൻ തയ്യാറാകണം. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഇബ്രാഹിം എന്ന് പറഞ്ഞു, പാസ്റ്റർ, എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിനൊത്തവണ്ണം എനിക്ക് പലപ്പോഴും മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. കാര്യം പലരും എന്നോട് പറയുന്നു, ഈ ഒരു അനുഭവത്തിൽ നീ പോയാൽ മതി, ഇങ്ങനെയൊക്കെ നീ ജീവിച്ചാൽ മതി. പലപ്പോഴും ആ വാക്കുകൾ എൻ്റെ ജീവിതത്തെ ഞാൻ ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിൽ വരുവാൻ കഴിയാതെ വണ്ണം എന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുവാനിടയാ. ഞാൻ പറഞ്ഞ സഹോദര, നിന്റെ അകത്ത് ഒരു വാഗ്ദത്തം ജനിപ്പാനുണ്ട്. ആ വാഗ്ദത്തം ജനിക്കാതിരിപ്പാൻ വേണ്ടിയാണ് എൽക്കാന ഹന്നയോട് പറഞ്ഞതുപോലെ, നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ നല്ലതല്ലോ എന്ന് പറഞ്ഞ് ഒതുക്കുവാൻ നോക്കിയതുപോലെ മനുഷ്യൻ നിന്നെ ഒതുക്കാൻ നോക്കുന്നു. പക്ഷേ നീ അങ്ങനെ പോകരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വിഷനുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ ഉദ്ദേശം നീ മനസ്സിലാക്കി ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് നീ നെടുമ്പാട് വീണാൽ, അതേ പരിശുദ്ധാത്മാവിൽ അവനോട് ഞാൻ പറഞ്ഞു, നീ പോലും ചിന്തിക്കാത്ത അനുഭവത്തിൽ നിന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ വിശാലമാക്കുവാൻ ദൈവത്തിന് കഴിയും. ചില സ്ഥാനമാനങ്ങൾ ലോകം നിങ്ങൾക്ക് തന്ന്, ചില അധികാരങ്ങൾ ലോകം നിങ്ങൾക്ക് തന്ന്, ചില പദവികൾ ലോകം നിങ്ങൾക്ക് തന്നിട്ട് പറയും, ഇത് മതി, ഇതും വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഒരു പദവിയിൽ, ഒരു സ്ഥാനത്തിൽ, ഒരു മാനത്തിൽ നിന്നെ ഒതുക്കുവാൻ നോക്കുമ്പോൾ നീ പറയണം, അല്ലോ എൽക്കാനയെ കണ്ട് ഒതുങ്ങേണ്ടതല്ല എൻ്റെ ജീവിതം ഒരു വാഗ്ദത്ത ശമൂവേലിന് ജന്മം കൊടുക്കേണ്ടതാണ്. അവന് മുഖാന്തരം അനേകരെ അഭിഷേകം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഹന്നയ്ക്കറിയാം, എൽക്കാനയുടെ വാക്കിന് ഞാൻ വില കൊടുക്കുന്നില്ല എന്നല്ല, അതിനേക്കാൾ ഉപരി എൽക്കാനയുടെ വാക്ക് കേട്ടിട്ട് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ശമൂവേൽ ബാലൻ എൻ്റെ അകത്തുനിന്ന് ഉരുവായി പുറത്തു വരികയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ആത്മീക മണ്ഡലത്തിൽ ഒതുക്കപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഹന്നമാർ, ഏതെങ്കിലും വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഈ പ്രത്യേക നിമിഷം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വാ, ആത്മീക മണ്ഡലത്തിലേക്ക് ഇറങ്ങി വാ. രക്ഷിക്കപ്പെട്ടത് മതി, ഈ ഒരു അനുഭവത്തിൽ രക്ഷിക്കപ്പെട്ടത് മതി, ഈ ഒരു അനുഭവത്തിൽ സ്നാനപ്പെട്ടത് മതി, പരിശുദ്ധാത്മ പ്രാപിച്ചത് മതി, പണ്ട് ദൈവത്തെ അറിഞ്ഞതുപോലെ അറിഞ്ഞാൽ മതി, ഈ ഒരു നിലവാരത്തിൽ പോയാൽ മതി എന്ന് എൽക്കാനകൾ നിന്നെ ആശ്വസിപ്പിക്കുമ്പോൾ അത് കേട്ട് കൈയടിച്ചിട്ട് ആത്മീകമായ ദൈവിക പദ്ധതിക്ക് നീ വിട്ടുകൊടുക്കാതിരുന്നാൽ ചില ശമൂവേൽ ബാലന്മാർക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ അല്ല, മനുഷ്യൻ്റെ വാക്കല്ല, മനുഷ്യൻ്റെ വാക്കിൽ ആശ്വാസം കണ്ടെത്തുവാനല്ല, മനുഷ്യൻ്റെ വാക്കുകളിൽ ആശ്രയം വെച്ചിട്ട് ജയിച്ചവളെ പോലെ നടക്കുവാനല്ല. ഹന്നായേ, നീ എൽക്കാനയുടെ വാക്ക് കേട്ടിട്ട് അതുപോലെ ആശ്വാസം കണ്ടെത്തി നടന്നാൽ നിന്റെ അകത്തുനിന്നൊരു ശമൂവേൽ ഇസ്രായേലിന് ലഭിക്കത്തില്ല. ആ ശമൂവേലിനെ കൊണ്ട് ചില ശൗലുമാര്, ദാവീദുമാര് ദൈവത്തിന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ശമൂവേലിനെ കൊണ്ട് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യിപ്പാനുണ്ട്. ദൈവത്തിന്റെ പ്രവാചന ശുശ്രൂഷ ഇവരിലൂടെ ദൈവത്തെ നിവർത്തിക്കുവാനുണ്ട്. അതുകൊണ്ട് നിന്നിലൂടെ ഉളവാകുന്ന ആ ദൈവപ്രവർത്തിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ട് എന്ന് കണ്ടിട്ട് ചില എൽക്കാനമാർ നിന്നെ ഒതുക്കുവാൻ നോക്കും, നിന്നെ
വിശ്വസിപ്പിച്ച് ആ വാഗ്ദത്വത്തിലേക്ക് നിന്നെ കയറ്റി വിടാതിരിപ്പാൻ നോക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അവിടെ നീ ഒതുങ്ങിപ്പോകേണ്ടവൾ അല്ല, അവിടെ നീ തളർന്നു പോകേണ്ടവളല്ല. നിന്നെക്കുറിച്ചുള്ള ലക്ഷ്യം നീ മനസ്സിലാക്കിക്കൊണ്ട്, നിന്നെക്കുറിച്ചുള്ള ദൈവിക ഹിതം നീ അനുഭവിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നീ ചെല്ലുവാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ സങ്കടത്തെ നീ സേവിക്കുന്ന ദൈവത്തോട് പറയുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഈ 2014 ചില വാഗ്ദത്തങ്ങളുമായി നീ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. എനിക്ക് ഒരു ദൈവദാസന്റെ കുറിച്ച് അറിയാം. അവർക്ക് നീണ്ട 6 വർഷങ്ങളായി മക്കളില്ലായിരുന്നു. അവസാനം ആ ദൈവദാസൻ ദൈവദാസിയും കൂടെ ചിന്തിച്ചു, ഇനി എന്തായാലും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് കഷ്ടമാണ്, അതുകൊണ്ട് ഒരു വളർത്തുവാനൊരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് അവർ ചിന്തിപ്പാനിടയായി. എന്നാൽ ഒരു ദിവസം അവരെ കണ്ട് അവരോടൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞില്ല, ദത്തെടുക്കുന്നെങ്കിൽ ദത്തെടുത്തോ, അത് വിഷയമല്ല, പക്ഷേ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ ഈ ദിവസം ശക്തമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. അതേ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസനും ദൈവദാസിയും ആ വാഗ്ദത്വത്തെ മുറുകെ പിടിച്ചവർ പ്രാർത്ഥിക്കുവാനിടയായി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വ സന്തതിയാകുന്ന ഒരു ശമൂവേലിനെ ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി. ആ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ചെന്ന് പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് എനിക്ക് ഇട നൽകുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോൾ ചില വാക്കുകൾ നമ്മെ ഒതുക്കുവാൻ നോക്കും, പക്ഷേ അവിടെ നമ്മൾ ഒതുങ്ങരുത്. ബൈബിൾ പറയുന്നു, ഹന്ന ഇത് കേട്ടിട്ട് ആശ്വാസം കണ്ടെത്താതെ അവൾ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് അവൾ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ദൈവസന്നിധി കരയുവാനിടയായി. ഹന്ന കരഞ്ഞത് എൽക്കാനയുടെ മുമ്പിലല്ല, ഹന്ന കരഞ്ഞത് പെരീരയുടെ മുമ്പിലല്ല, ഹന്ന കരഞ്ഞത് ഡോക്ടറുടെ മുമ്പിലല്ല, ഹന്ന കരഞ്ഞത് വൈദ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു. കർത്താവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ. ലോകത്തിൻ്റെ മുമ്പിൽ കരയണ്ട, ദൈവത്തിന് മുമ്പിൽ കരഞ്ഞാൽ മതി. മനുഷ്യൻ്റെ മുമ്പിൽ കരയണ്ട, ദൈവത്തിന് മുമ്പിൽ കരഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ കരയുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ബൈബിൾ പറയുന്നു, ഹന്നയ്ക്ക് ദൈവം ഒരു അടയാളം കൊടുത്തു. ആ അടയാളം അത്രേ ശമൂവേൽ ബാലൻ. ഇസ്രായേലിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായി, ന്യായാധിപനായി ദൈവം ആ പൈതന്നെ ചെറുപ്രായത്തിൽ ഉപയോഗിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാമോ? കർത്താവ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കാൻ എനിക്ക് നന്മയ്ക്കായിട്ടൊരു അടയാളം തരണമേ. ഏലി പുരോഹിതൻ്റെ മക്കൾ എന്ന് അഭിമാനിച്ചവർ തകർന്നു പോയപ്പോൾ ദൈവം കൊടുത്ത അടയാളം ഇസ്രായേൽ പ്രബലനായി തീർന്നു. കാര്യം ദൈവം കൊടുത്ത അടയാളം. ദൈവമാണ് നിനക്ക് അടയാളം തരുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിനക്ക് നന്മ തന്നതെങ്കിൽ, നിനക്ക് ജോലി തന്നതെങ്കിൽ, കുടുംബം തന്നതെങ്കിൽ, ഭർത്താവിനെ തന്നതെങ്കിൽ, ഭാര്യയെ തന്നതെങ്കിൽ, മക്കളെ തന്നതെങ്കിൽ, പ്രൈസിലെ വിദ്യാഭ്യാസം തന്നതെങ്കിൽ, ദൈവമാണ് നിനക്ക് ഇന്നുള്ള എല്ലാ സിറ്റുവേഷൻ, വാഹനം, വസ്തു എന്ന് വേണ്ട എല്ലാം നിനക്ക് തന്നതെങ്കിൽ, ആ ദൈവത്താൽ വന്നതാണെങ്കിൽ ഒരു ദൂത് പറയാം, അത് യഹോവ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്ന് പകൽക്കാലം വിഷമത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഇരിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് ഈ പ്രത്യേക നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ കണ്ണുകളെ മൂടാം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകളെ മൂടിയാട്ടെ. യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരുകൃപ ഈ പ്രത്യേക നിമിഷം ഈ കർത്താവെ TV പ്രോഗ്രാമിലൂടെ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനെ കാണിക്കുന്നൊരു കാഴ്ച, വിഷത്താൽ ഏതോ ഒരു പ്രൈസ് രാത്രിയിൽ അറിയാതെ എന്തോ കടിച്ചതുകൊണ്ട് ശരീരത്തിൽ നീര് കയറി വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കാണുന്നു. കർത്താവെ, ആ വിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ കരത്തിൻ്റെ ശക്തി ആ ശരീരത്തിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ.
കണ്ണിന് ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആമെ പ്രതി കാഴ്ചക്കുറവായി കാഴ്ച ലഭിക്കാൻ വേണ്ടി കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവ് ദർശിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ആ കണ്ണിന്മേൽ യേശുവിൻ്റെ കാഴ്ച വരട്ടെ, ചെവികൾ കേൾവികൾ വരട്ടെ, നാവിൽ പലപ്പോഴും തൊണ്ടയിൽ ശബ്ദം തുറന്ന് പ്രസംഗിപ്പാൻ പാടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില ദൈവ കൃത്യന്മാർ ഈ മുൻപിലിരിപ്പുണ്ട്. യേശുവിൻ നാമത്തിൽ അവിടെ വാക്കുകൾ ഗർജിക്കുന്ന സിംഹങ്ങളെപ്പോലെ ശബ്ദമുള്ളതായി മാറുന്ന ഒരു ദിവസമായി തീരട്ടെ. രോഗത്താൽ കിടക്കുന്നവർ, രോഗത്താൽ അലയുന്നവർ, അനാഥർ, സ്നേഹിപ്പാൻ ആരുമില്ലാതെ പ്രൈസ്തലോട് ഭാരപ്പെടുന്നവർ, യഥാർത്ഥ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ലഭിക്കുവാൻ കഴിയാതെ പ്രൈസ്തല പീഡനം അനുഭവിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആരുമില്ലാത്തവർക്ക് എല്ലാമുള്ളവനായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി ഇപ്പോൾ അവരുടെ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ ദൈവം, അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുന്ന ദൈവം, അയ്യോ എൻ്റെ എല്ലാം എല്ലാവരും നഷ്ടപ്പെട്ടു പോയല്ലോ, എന്നെ സ്നേഹിപ്പാൻ കരുതുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് കരയുന്ന ചില അമ്മമാരെ, ചില അമ്മച്ചിമാരെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ തൊട്ടുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു ദൈവശക്തി ഈ ജനത്തിന്മേൽ അവർ നയിച്ചു കൊണ്ടിരിക്കാൻ നന്ദി. രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നതിന് നന്ദി. കടഭാരങ്ങൾ, ചില ലോണുകൾ, ചില ജപ്തി മണ്ഡലങ്ങൾ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പൂർണ്ണമായി മാറ്റി അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ ദൈവം മഹത്വപ്പെടുത്തും, വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ ജനത്തെ സൗഖ്യമാക്കിയതിന് നന്ദി, വിടുവിച്ചതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം എല്ലാ മാസത്തിൻ്റെ ആദ്യ തിങ്കളും 3-ാം തിങ്കളും ഞങ്ങൾ നടത്തുന്നതാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. വീണ്ടും അടുത്ത് നമ്മൾ കാണും വരെ കർത്താവിൻ്റെ ചിറകിൻ മറവിൽ ദൈവം നമ്മെ മറച്ചുകൊള്ളട്ടെ, ദൈവം നമ്മെ കരുതിക്കൊള്ളട്ടെ. ആമേൻ, ആമേൻ.